എൻ്റെ പേര് അഖില രാജ്. ഇതെൻ്റെ ഹസ്ബൻഡ് അജേഷ് ജി നായർ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് ഈ പുണ്യമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് 2003 ജൂൺ 9 ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായിട്ടൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിന് സുഖമില്ലാതെ പെട്ടെന്ന് നാട്ടിലോട്ട് വരികയും സുഖമില്ലാതെ വയറ്റിൽ അസൈറ്റിസ് ഫ്ലൂയിഡായിട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രോണിക് ലിവർ ഡിസീസസ് ആണ് അവിടെ ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കണ്ടിന്യൂ ഇരുന്നു. ദിവസങ്ങളിൽ ഹസ്ബൻഡിന് 3-4 ലിറ്റർ ഫ്ലൂയിഡാണ് വയറ്റിൽ നിന്ന് എടുത്ത് ടെസ്റ്റിന് വിടുന്നു. അതിൽ യാതൊരു ഇൻഫെക്ഷനായിട്ടോ ഒന്നും അതിൽ കണ്ടില്ല. അങ്ങനെ ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ മെഡിക്കൽ കോളേജിൽ കംപ്ലീറ്റ് അഡ്മിറ്റാക്കി. അവിടുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആളിൻ്റെ ലിവർ മാറ്റി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആളിൻ്റെ ലിവർ മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സൗദിയിലാണ്. ഇവിടെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുമാണുള്ളത്. ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ച് കരഞ്ഞു പറഞ്ഞു, അമ്മ നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കിവിടുന്ന് ലീവ് കിട്ടില്ല. ഞാൻ എങ്ങനെയാണ് നാട്ടിൽ വന്ന് ഹസ്ബൻഡിനെ നോക്കുന്നത്? ഞാൻ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ UK എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട്, ചേച്ചി അവിടെ വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് ഹസ്ബൻഡിൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരും. ഞാൻ അന്ന് തന്നെ കഴിഞ്ഞ വർഷം 2003 സെപ്റ്റംബർ 17 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ റിക്വസ്റ്റ് ഇട്ടു എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. അന്ന് സെപ്റ്റംബർ 22 മെഡിക്കൽ കോളേജിൽ നിന്ന് ഹസ്ബൻഡിനെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ഹസ്ബൻഡിനെ കണ്ടിട്ട് പറയണേ, ഇയാൾക്ക് ലിവർ ഡിസീസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, നോൺ സിറോട്ടിക് ലിവർ ഡിസീസാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഫ്ലൂയിഡ് എടുത്ത സമയത്ത് പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വെച്ചും ഡോക്ടർ പറയുന്നു, ഇനി നമുക്ക് ഇയാളെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ആൾ ഒരു 28 kg വെയിറ്റ് ലോസ് ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പല പ്രാവശ്യം ഡോക്ടർ എനിക്ക് അവിടോട്ട് റിക്വസ്റ്റ് ഇട്ടു, എത്രയും പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിനെ കാണണം, ആൾ 2-3 ദിവസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, പാലിയേറ്റീവ് കെയറിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് രാത്രി ടൈമുകളിൽ 3 മണിക്കും 2 മണിക്കും മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, മാതാവേ നീ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തരണമേ എന്ന്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഏങ്ങലടിച്ച് കരയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടാറുണ്ട്. ആ സമയത്ത് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് എത്താറുണ്ട്. അതുപോലെ ഒക്ടോബർ 28 എൻ്റെ അമ്മ 2023 ഇവിടെ വന്ന് എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അതായത് നമ്മുടെ ജപമാല റാലിക്ക് മുന്നായി 27. അതുപോലെ ഒക്ടോബർ 30 എൻ്റെ അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. ഹസ്ബൻഡിൻ്റെ ഫോട്ടോയും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ പോയിക്കോളൂ, ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം അമ്മ ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച തൈലവും കൊണ്ട് ഹസ്ബൻഡിന് പൂശി. ഇവിടുന്ന് അച്ഛൻ ഒരു വെഞ്ചരിച്ച ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ചെറിയ റിക്കവറി ഉണ്ടായി. ലാസ്റ്റ് ഞങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ടായി, പൈസയ്ക്ക് ഇഷ്യൂ ഉണ്ടായി. പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്യാം, ലാപ്രോട്ടമി ചെയ്ത് നോക്കാം, ഇദ്ദേഹത്തിന് എന്താ അസുഖമെന്ന്, ലിവറിനൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ലാപ്രോട്ടമി ചെയ്തു. അന്നേരം അതിൽ ലിവറിൽ ഒരു മണ്ട ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു, കരിഞ്ഞിരിക്കുന്ന. ഇതെടുത്ത് ഡോക്ടർ ബയോപ്സിക്ക് വിട്ടിട്ട് പറഞ്ഞ് ചിലപ്പം ഇത് ക്യാൻസർ ആയിരിക്കാം. അപ്പോൾ ബയോപ്സിയുടെ റിപ്പോർട്ടും വന്ന് അതും ക്യാൻസർ അല്ലാന്നത്
ചെയ്തു. പിന്നെ കുറച്ചൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല, ഈ ലിവറിൽ സ്റ്റെൻറ്റ് ഇടുന്ന ഒരു പ്രൊസീജിയറുണ്ട്, അതും നമുക്ക് ചെയ്യാം. അപ്പോഴും ഞാൻ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയൊരു സർജറി, ഇനി ഒരു അദ്ദേഹത്തിൻ്റെ ശരീരത്തൊരു കത്തി വെക്കുന്ന ഒരു സർജറി പോലും എൻ്റെ മാതാവ് ഇനി വരത്തരുതേന്ന് മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു, ഡോക്ടർ റിസ്വാനാണ് രാജഗിരി ഹോസ്പിറ്റലിലെ, പറഞ്ഞു നമുക്കൊരു സ്റ്റിറോയിഡ് കൊടുത്തു നോക്കാം, അതിൽ അദ്ദേഹം എങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല, കൊടുത്തു നോക്കാം. ഞാൻ പറഞ്ഞു അമ്മ കൊടുക്കണ്ട. അമ്മ അന്നാണ് ഞാൻ പറയുന്നത് ഒക്ടോബർ 27 അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് മേടിച്ച് നിങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിനെ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേറ്റ് നടക്കാത്ത ബൈപ്പാപ്പിലായിരുന്ന ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിരുന്ന ഹസ്ബൻഡിൻ്റെ ഓക്സിജനും മാറ്റി ഹസ്ബൻഡ് തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനും തുടങ്ങി, സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ അത്രയും നാൾ ഫുഡ് കഴിക്കാതിരുന്ന ഒരു വീക്ക്നെസ്സിൽ അദ്ദേഹം ഒരാഴ്ചക്കകം എല്ലാം നോർമലായി. അവിടുന്ന് ആ സ്റ്റെൻറ്റ് ഇടുന്ന പറയുന്ന ആ പ്രൊസീജിയറും നമ്മൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആൾ ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് പ്രേക്ഷിത വേലയായിട്ട് ഞാനിപ്പോഴാണ് 1 ഇയർ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിപ്പോൾ നവംബർ 3 തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി കൊടുക്കും, പ്രാർത്ഥിച്ചു കൊടുക്കും. എല്ലാവരുടെയും പറ്റുന്നവരുടെയൊക്കെ അടുത്തിരുന്ന് അവരോട് കാര്യങ്ങൾ തിരക്കും. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ പറയും ആൾക്കാരോട്. പിന്നെ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും, പറ്റുന്നവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ലായിരുന്നു. അത് ഞാൻ ദിവസവും ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കാതെ കൊന്തയും 1/2 മണിക്കൂറിൽ കൂടുതൽ ബൈബിളും വായിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഇത്രയും അനുഗ്രഹം തന്ന പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നോട് പറയാറുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയുണ്ട്, നിങ്ങൾ അവിടെ പോകണം, പ്രാർത്ഥിക്കണം. പിന്നെ 3 പ്രാവശ്യം സൗദി പ്രോമെട്രിക് എക്സാം എഴുതിയ എൻ്റെ ഒരു ഫ്രണ്ടിന് എക്സാം എഴുതിയിട്ടും എക്സാം പാസ്സായില്ല. അവളുടെ വിഷമം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അവളെ വിളിച്ച് എൻ്റെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, മാതാവിന് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് 3.5 വർഷത്തിൽ മേലെയായി ഒരു പ്രോമെട്രി എക്സാമും ഇല്ലാതെ ആൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവൾക്ക് പുതിയതായിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞു, നിനക്ക് പ്രോമെട്രി എക്സാമിന് ഇനി ട്രൈ ചെയ്യാം, എഴുതാം, ഇവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞു. എക്സാമിന് പോകുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും. പിന്നെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും പങ്കുവയ്ക്കും, ഒരു സാക്ഷ്യം പോലും വിടാറില്ല. ദിവസം നമുക്കൊരു 7 സാക്ഷ്യമെങ്കിലും ഞാൻ എനിക്ക് പരമാവധി സമയം കൊണ്ട് ഞാനത് കണ്ടു തീർക്കുകയും അച്ഛൻ്റെ എല്ലാ ധ്യാനവും മുടക്കാതെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയിരിക്കും. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകം 23:4